ഹായ് ഫ്രണ്ട്സ്, ഇന്ന് നമ്മൾ രാവിലെ ചായക്ക് പകരം നമ്മൾ ഒരു ഗ്ലാസ് പാലാണ് ഇന്നെടുത്തത്. അതിലേക്ക് നമുക്കൊരു സ്പൂൺ ബൂസ്റ്റും ലേശം മധുരവും ചേർത്ത് എടുത്തിട്ടുണ്ട്. കൂട്ടിനായി 2 റസ്ക്കും നമ്മൾ എടുത്തിട്ടുണ്ട്. ചായ കുടിക്കുമ്പോൾ അതിൻ്റെ കൂടെ ഒരു ചെറുകടി നല്ലതല്ലേ. രാവിലെ ഇന്ന് നമുക്ക് ദോശയ്ക്ക് മാവ് അരച്ച് വെച്ചിട്ടുണ്ട്. ഇനിയും അത് ദോശ ഉണ്ടാക്കാമെന്ന് വിചാരിക്കുന്നു. ഇന്ന് നമുക്കൊരു വെറൈറ്റി ആയിട്ട് മസാല ദോശ ഉണ്ടാക്കിയാലോ. നമ്മുടെ ദോശമാവ് നമ്മൾ ഉപ്പൊക്കെ ചേർത്ത് നന്നായിട്ടൊന്ന് കലക്കി എടുത്ത് വെച്ചു. മസാലയ്ക്ക് ആവശ്യമായ കിഴങ്ങ് നമ്മൾ കുക്കറിലിട്ട് വേവിച്ചെടുത്തു. അതിൻ്റെ തൊലിയൊക്കെ കളഞ്ഞ് നമ്മൾ നന്നായിട്ടൊന്ന് ഉടച്ചെടുക്കുവാണേ. നമ്മളിത് നല്ല ചൂടോടെ തന്നെ ഉടച്ചെടുക്കണം, അല്ലെങ്കിൽ തണുത്ത് കഴിഞ്ഞാൽ പിന്നെ ഉടഞ്ഞു കിട്ടാൻ ബുദ്ധിമുട്ടാണ്. നന്നായിട്ട് ഉടച്ചെടുത്തിട്ടുണ്ട്. ഇനി നമുക്കിതിന് വേണ്ട ഒരു മസാല ഉണ്ടാക്കാം. അതിനായി നമ്മളിവിടെ എടുത്തിരിക്കുന്നത് സവോള, ഒരു ചെറിയ പീസ് ഇഞ്ചി, വെളുത്തുള്ളി ഇവയാണ്. പാൻ ചൂടായപ്പോൾ ഒരു സ്പൂൺ നെയ്യ് നമ്മൾ ഒഴിച്ചു. അതിലേക്ക് നമുക്ക് മസാല വഴന്ന് കിട്ടാൻ ആവശ്യമായ വെളിച്ചെണ്ണ കൂടി നമ്മൾ ചേർക്കുന്നുണ്ട്. ഇതിലേക്ക് നമുക്ക് ഒരു സ്പൂണ് ഉഴുന്നുപരിപ്പ് ഇട്ട് കൊടുക്കാം. അതിലേക്ക് നമുക്ക് ഇഞ്ചി, വെളുത്തുള്ളി, സവോള ഇവ കരിയാപ്പിലയും ചേർത്ത് വഴറ്റിയെടുക്കാം. ലേശം ഉപ്പും ചേർത്ത് നമുക്കിത് അടച്ച് വെച്ചൊന്ന് വഴന്ന് വരുന്നവരെ നമുക്കൊന്ന് വെയിറ്റ് ചെയ്യാം. ഇത് നന്നായിട്ട് വഴന്ന് വന്നിട്ടുണ്ട്. ഇനി ഇതിലേക്ക് നമുക്ക് വേവിച്ച് വെച്ച ക്യാരറ്റും കൂടി ചേർത്ത് വേവിച്ചുടച്ച് വെച്ച പൊട്ടറ്റോ കൂടി നമുക്ക് ഇതിനകത്തേക്ക് ചേർക്കാം. ഇനി നമുക്ക് ലേശം കുരുമുളക് പൊടി, ലേശം മസാലപ്പൊടി, ലേശം മഞ്ഞൾപ്പൊടിയും കൂടി ചേർത്ത് നന്നായിട്ടൊന്ന് ഇളക്കിയെടുക്കാം. ഈ സമയം നമുക്ക് ഉപ്പ് ആവശ്യമുണ്ടെങ്കിൽ അതും ചേർത്ത് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കണം. പാകമായി കഴിഞ്ഞ് നമുക്ക് കുറച്ച് മല്ലിയില കൂടി ചേർക്കാം. നമ്മുടെ മസാല ദോശയ്ക്കുള്ള മസാല ഇവിടെ റെഡി ആയിട്ടുണ്ട്. ഇനി നമുക്ക് ദോശ ഉണ്ടാക്കിയെടുക്കാം. എണ്ണ പുരട്ടിയ ദോശത്തവ നന്നായിട്ട് ചൂടായി വരുമ്പം ലേശം വെള്ളം അതിലേക്ക് തളിച്ച് അതിൻ്റെ ചൂടൊന്ന് കുറച്ചിട്ട് വേണം നമ്മൾ മാവ് ഒഴിച്ചു കൊടുക്കാൻ. കനം കുറച്ച് ഉണ്ടാക്കിയെടുത്ത ദോശയിൽ നമുക്ക് മസാല നിറച്ച് മടക്കിയെടുക്കാം. ദോശ വെന്ത് വരുമ്പോഴത്തേക്ക് അതിലേക്ക് നമുക്ക് ലേശം എണ്ണ കൂടി തൂവി കൊടുക്കാം, അല്ലെങ്കിൽ നെയ്യാണെങ്കിലും നല്ലതാണ്. 2 സൈഡ് മടക്കിയെടുത്ത് നമ്മുടെ മസാല ദോശ ഇവിടെ റെഡി ആയിട്ടുണ്ട്. ഇതിൻ്റെ കൂടെ നമ്മൾ കൂട്ടി കഴിക്കാൻ സാമ്പാർ, ചമ്മന്തി ഇവ ഇന്ന് ഉണ്ടാക്കിയില്ല. നമുക്കൊരു ചമ്മന്തിപ്പൊടിയാണ് ഇന്ന് ഉണ്ടാക്കിയിരിക്കുന്നത്. നമ്മുടെ മുരിഞ്ഞു വന്ന ഈ മസാല ദോശ ഈ ചമ്മന്തിപ്പൊടിയും കൂട്ടി നല്ല അടിപൊളി ടേസ്റ്റാണ് കഴിക്കാൻ. ഉഴുന്നുപരിപ്പ്, തുവരപ്പരിപ്പ്, കുരുമുളക്, ഉപ്പ് ഇവ ചേർത്ത് നമ്മൾ ഉണ്ടാക്കിയ ഈ ചമ്മന്തിപ്പൊടി എത്ര നാൾ വേണമെങ്കിലും കേടുകൂടാതെ നമുക്ക് സൂക്ഷിച്ച് വെക്കാവുന്നതുമാണ്. ആവശ്യമുള്ള സമയത്ത് നമുക്ക് കുറച്ച് ചമ്മന്തിപ്പൊടി എടുത്ത് അതിലേക്ക് ലേശം എണ്ണയും ചേർത്ത് നമുക്ക് ഉപയോഗിക്കാവുന്നതാണ്. അങ്ങനെ ഇന്നത്തെ നമ്മുടെ ബ്രേക്ക്ഫാസ്റ്റ് റെഡി ആയിട്ടുണ്ട്. പിന്നെ നമ്മുടെ വീഡിയോ ഇഷ്ടമായെങ്കിൽ എല്ലാവരും ലൈക്ക് ചെയ്യണം, ഷെയർ ചെയ്യണം, സപ്പോർട്ട് ചെയ്യാൻ മറക്കല്ലേ.